കെമിസ്ട്രിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് ആണ്. ആ സോളിഡ് സ്റ്റേറ്റിൽ നമ്മളിപ്പോൾ അവസാനം പഠിച്ചു നിർത്തിയത് ക്രിസ്റ്റൽ ഡിഫക്റ്റുകളായിരുന്നു, അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് ഇൻ ദ ഐഡിയൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഇൻ എ സോളിഡ് ആയിരുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞത്. ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചത് ഡിഫക്റ്റുകളെ പ്രധാനമായും മൂന്നായി തിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആൻഡ് നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്. അപ്പോൾ അതിൽ നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫക്റ്റ് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്തെന്നാണെന്നും അതിൻ്റെ വിവിധ തരം ക്ലാസിഫിക്കേഷൻസുമാണ് നമ്മളിന്ന് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യം എന്താണ് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് ഞാൻ ആൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ദ ഡിഫക്റ്റ് വിച്ച് ഡു നോട്ട് ഡിസ്റ്റർബ് ദി സ്റ്റോഷ്യോമെട്രി ഓഫ് ദ സോളിഡ്, അതായത് സോളിഡിൻ്റെ സ്റ്റോഷ്യോമെട്രിക്ക് യാതൊരു ചേഞ്ചും വരുത്താത്ത ഡിഫക്റ്റുകളെയാണ് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഞാനീ പറഞ്ഞ മൂന്ന് പിരിവുകൾ, സ്റ്റോഷ്യോമെട്രിക്, ഇംപ്യൂരിറ്റി ആൻഡ് നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്, ഇത് മൂന്നും പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടു ഡിഫക്റ്റുകളെ ജനറലായിട്ട് രണ്ടായിട്ട് തിരിച്ചു അല്ലേ, പോയിൻ്റ് ഡിഫക്റ്റ് എന്നും ലൈൻ ഡിഫക്റ്റ് എന്നും. അല്ല, ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് പോയിൻ്റ് ഡിഫക്റ്റ് എന്നും, ഒരു എൻ്റയർ റോ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള വേരിയേഷൻ മൂലമുണ്ടാകുന്ന ഡിഫക്റ്റാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞു നമുക്ക് പഠിക്കാൻ പോയിൻ്റ് ഡിഫക്റ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഫക്റ്റുകളെ പ്രധാനമായും മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു. കാരണം പോയിൻ്റ് ഡിഫക്റ്റുകളെ പ്രധാനമായും മൂന്നായി തിരിച്ചിരിക്കുന്നു: സ്റ്റോഷ്യോമെട്രിക്, നോൺ സ്റ്റോഷ്യോമെട്രിക്, ദെൻ ഇംപ്യൂരിറ്റി. ഇതിൽ നമുക്ക് ആദ്യം ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകളെ പറ്റി. ഞാൻ പറഞ്ഞു ഒരു സോളിഡിൻ്റെ സ്റ്റോഷ്യോമെട്രിക്ക് യാതൊരു ചേഞ്ചും വരുത്താത്ത ഡിഫക്റ്റുകളെ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് വിളിക്കുന്നു. ഈ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന മറ്റു പേരുകളാണ്: ഒന്ന് ഇൻട്രിൻസിക് ഡിഫക്റ്റ് അഥവാ തെർമോഡൈനാമിക് ഡിഫക്റ്റ്. ഈ രണ്ട് പേരും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇൻട്രിൻസിക് ഡിഫക്റ്റ് ഓർ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്നും സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ അറിയപ്പെടുന്നു. ഇനി നമുക്ക് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് രണ്ട് തരം സോളിഡുകളിലും ഉള്ള കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നോൺ അയോണിക് സോളിഡ്സ് എന്ന് വെച്ചാൽ അയോണുകൾ കൊണ്ടല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന സോളിഡുകളിലുള്ള സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകളും, അതുപോലെ അയോണിക് സോളിഡ്സ്, അയോണുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സോളിഡുകളിലെ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുമാണ് ഇന്ന് കാണാൻ പോകുന്നത്. അതിൽ നോൺ അയോണിക് സോളിഡ്സ് എന്ന് വെച്ചാൽ അയോണുകൾ കൊണ്ടല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന നോൺ അയോണിക് സോളിഡുകളിൽ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് രണ്ട് തരമുണ്ട്. ഒന്ന് തന്നെ വേക്കൻസി ഡിഫക്റ്റ് എന്നും മറ്റൊന്ന് ഇൻഡസ്ട്രിഷ്യൽ ഡിഫക്റ്റ് എന്നും പറയും. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങോട്ട് കാണാം. എന്നാൽ അയോണിക് സോളിഡിലേക്ക് വരുമ്പോൾ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് അവിടെ രണ്ട് തരമുണ്ട്: ഷോട്ട്കി ഡിഫക്റ്റ് എന്നും ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്നും. അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അയോണിക് സോളിഡുകളിലുള്ള സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റായ ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും പരീക്ഷയ്ക്ക് സാധാരണയായി ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡിൻ്റെ സ്റ്റോഷ്യോമെട്രിക്ക് യാതൊരു ഡിസ്റ്റർബൻസും വരാതെ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളെയാണ് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ദ ഡിഫക്റ്റ് വിച്ച് ഡു നോട്ട് ഡിസ്റ്റർബ് ദി സ്റ്റോഷ്യോമെട്രി ഓഫ് ദ സോളിഡ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഡിഫക്റ്റ്. So in when you are analyzing stoichiometric defect, we can see stoichiometric defect can be seen in both the non-ionic solids and ionic solids. In non-ionic solids, the stoichiometric defect is of two types, vacancy defect and interstitial defect. In ionic solids, the stoichiometric defects are of two types, Schottky defect and Frenkel defect. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് നോൺ അയണിക് സോളിഡ്സിലുള്ള സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റുകളാണ്. നമ്മൾ നേരത്തെ കണ്ടു രണ്ട് തരമുണ്ട്: വേക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രിഷ്യൽ ഡിഫക്റ്റും.
അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേക്കൻസി ഡിഫക്റ്റ് ആണ്. ഇപ്പോൾ വേക്കൻസി ഡിഫക്റ്റുകൾ സാധാരണയായി ഉണ്ടാകാറുള്ളത് വെൻ എ സബ്സ്റ്റൻസ് ഈസ് ഹീറ്റഡ്, അതായത് ഒരു സോളിഡിനെ നിങ്ങൾ ചൂടാക്കുമ്പോഴാണ് സാധാരണയായി വേക്കൻസി ഡിഫക്റ്റ് ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ചോദ്യം ഇതാണ്, എന്താണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ഈ പിക്ചർ നോക്കണം. ഈ തന്നിരിക്കുന്നത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ചെറിയൊരു ഡയഗ്രാം, ഒരു പിക്ചറാണ്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിങ്ങൾക്ക് ഈ ഡാർക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പാർട്ടിക്കിൾസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും പാർട്ടിക്കിൾസിനെ ഇങ്ങനെ റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇൻ ദി ലാറ്റിസ് സൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിങ്ങനെ റെക്ടാങ്കുലർ ബോക്സ് പോലെ ഇട്ടേക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് റെക്ടാങ്കുലർ ബോക്സ് അല്ല. ഇതിൻ്റെ അർത്ഥം ഇവിടെയൊന്നും പാർട്ടിക്കിൾസിനെ കാണാനില്ല. ദാറ്റ് മീൻസ് ദ ലാറ്റിസ് സൈറ്റ് ആർ വേക്കൻറ്റ് എന്ന് വെച്ചാൽ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ പാർട്ടിക്കിൾസ് ഇരിക്കേണ്ട ലാറ്റിസ് സൈറ്റിൽ പാർട്ടിക്കിൾസ് ഇല്ലാത്ത അവസ്ഥ അല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് വേക്കൻസി. പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥയെയാണ് നമ്മൾ വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്റ്റൽ ലാറ്റിസിൽ സം ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് നോട്ട് ദെയർ. ആ പാർട്ടിക്കിൾസ് ഒന്നും ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ അവരുടെ ലാറ്റിസ് സൈറ്റിൽ ഇല്ല. അവിടെ പാർട്ടിക്കിൾസിനെ കാണാനില്ല. എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടുന്ന് പോയിട്ടുണ്ടാകും. എങ്ങനെ പോയിട്ടുണ്ടാകാം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സബ്സ്റ്റൻസിനെ ചൂടാക്കിയപ്പോൾ, ഹീറ്റ് ചെയ്തപ്പോഴെങ്ങാനും സൈറ്റിലിരുന്ന പാർട്ടിക്കിള് ആറ്റം അവിടെ നിന്ന് എന്ത് ചെയ്തു പോയി? റിമൂവ് ചെയ്ത് പോയി. അങ്ങനെ ആ ലാറ്റിസ് സൈറ്റിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇത്തരത്തിലുണ്ടാകുന്ന ഡിഫക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേക്കൻസി ഡിഫക്റ്റ്. അപ്പം നമുക്ക് പറയാം എന്താണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ, എ വേക്കൻസി ഡിഫക്റ്റ് അറൈസസ് വെൻ ദ ലാറ്റിസ് സൈറ്റ് ആർ വേക്കൻറ്റ്. അതായത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ പാർട്ടിക്കിൾസ് ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ പാർട്ടിക്കിൾസ് ഇല്ലാത്ത അവസ്ഥ, അതിൻ്റെ ഫലമായി ആ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ്, ഡിഫക്റ്റ്, അതിനെയാണ് നമ്മൾ വേക്കൻസി. ആ പേര് തന്നെ ഉണ്ട് വേക്കൻസി. വേക്കൻസി എന്ന് വെച്ചാൽ എന്തുവാ? ഒഴിവ് അല്ലേ. ആരുടെ ഒഴിവ്? പാർട്ടിക്കിൾസിൻ്റെ ഒഴിവ്. എവിടെ? ആ ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് പാർട്ടിക്കിൾസ് ഇല്ലാത്ത അവസ്ഥ. എല്ലാ പാർട്ടിക്കിളും അല്ല, ഒന്നോ രണ്ടോ പാർട്ടിക്കിൾ അവിടെ എവിടെയായിട്ട് ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ ആ ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് പാർട്ടിക്കിൾസിൻ്റെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുമൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് വേക്കൻസി ഡിഫക്റ്റ്. സാധാരണയായി വേക്കൻസി ഡിഫക്റ്റുകൾ ഉണ്ടാകാറുള്ളത് ആ സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ്. ഇനി ഒരു കാര്യം കൂടി, വേക്കൻസി ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായി ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഡിക്രീസസ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതായത് വേക്കൻസി ഡിഫക്റ്റുകൾ ഉണ്ടാകുമ്പോൾ, അതായത് പാർട്ടിക്കിൾസ് പുറത്തേക്ക് പോവുകയാണ്, ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും പാർട്ടിക്കിൾ ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും പാർട്ടിക്കിൾസ് ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ്, മാസ് അല്ലേ കുറയും. മാസ് കുറഞ്ഞാൽ തീർച്ചയായിട്ടും ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഡ്യൂറിങ് വേക്കൻസി ഡിഫക്റ്റ് ഇൻ എ സോളിഡ് ഇറ്റ് കോസസ് the decrease in the density of the solid. This was the first stoichiometric defect that can be seen in a non-ionic solid. And the second one, interstitial defect. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന്. ഇല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുക, നമ്മൾ പാർട്ടിക്കിൾസിനെ ഇങ്ങനെ ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ആ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ വരുന്ന ആ ഗ്യാപ്പ്, നിങ്ങൾ വോയിഡ് എന്നൊക്കെ വിളിച്ച സ്ഥലം, ആ ഗ്യാപ്പിനെ അല്ലെങ്കിൽ ആ ഫ്രീ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് അഥവാ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഈ പടം കാണാൻ സാധിക്കും. പാർട്ടിക്കിൾസിനെ ഇങ്ങനെ റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില പാർട്ടിക്കിൾസ് വന്ന് ഒക്യുപ്പൈ ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ലാറ്റിസ് സൈറ്റിന് ഇടയിലുള്ള സ്പേസ്, അതായത് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ്, ആ സ്പേസിൽ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഒരു പാർട്ടിക്കിൾ ഒന്ന് ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണെങ്കിൽ, അങ്ങനെ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പുറത്തുനിന്ന് ഒരു പാർട്ടിക്കിൾ ഒന്ന് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇറഗുലാരിറ്റി, ഡിഫക്റ്റ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ ഒക്യുപ്പൈ ഇൻ ദ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്. ആസ് എ റിസൾട്ട് എ ഡിഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദാറ്റ് ഡിഫക്റ്റ് ഈസ് കോൾഡ് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ആൻഡ് അഗൈൻ യു ക്യാൻ സീ, പുറത്തുനിന്ന് പാർട്ടിക്കിൾസ് വന്ന് കയറിയിരിക്കുകയാണ് ഇതിനകത്ത്, ക്രിസ്റ്റൽ ലാറ്റിസിനകത്തേക്ക്. Therefore, during interstitial defect, the density of the solid, ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട രണ്ട് ഡിഫക്റ്റുകൾ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടും പേരിൽ തന്നെയുണ്ട്. അപ്പോൾ വേക്കൻസി ഡിഫക്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ?
ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ആ ലാറ്റിസ് സൈറ്റിൽ നിന്ന് ഒന്നോ രണ്ടോ പാർട്ടിക്കിൾസിൻ്റെ ഒഴിവ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് മിസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വേക്കൻസി, ആ വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റ്, ആ ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് വേക്കൻസി ഡിഫക്റ്റ്. അങ്ങനെ പാർട്ടിക്കിൾസ് മിസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വേക്കൻസി മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റ് എങ്ങനെയെങ്കിൽ ആസ് എ റിസൾട്ട് ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഡിക്രീസസ്. സോ വെൻ this defect is happen, I told, when the substance is heated, then vacancy defect is happened. And next one is interstitial defect. അപ്പോൾ ഞാൻ പറഞ്ഞു interstitial defect എന്ന് പറയുമ്പോൾ some of the particles will occupy in the interstitial site. അതായത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ interstitial സൈറ്റിൽ മറ്റു പാർട്ടിക്കിൾ അതേ സബ്സ്റ്റൻസിൻ്റെ ആറ്റംസ് തന്നെ ഈ സ്പേസിൽ വന്ന് ഓക്കുപ്പൈ ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രിഷ്യൽ ഡിഫക്റ്റ്. ഇതിൻ്റെ ഫലമായിട്ട് ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ലാറ്റിസിൽ കൂടുകയാണ്, കാരണം പുറത്തുനിന്ന് വന്നിരിക്കുകയല്ലയോ. അതിൻ്റെ ഫലമായി ദിസ് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഇൻക്രീസസ്. ഈ പുറത്തുനിന്ന് വരിക എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു സോളിഡ് എടുത്താൽ അത് നിർമ്മിച്ചിരിക്കുന്നത് സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് കൊണ്ടാണെന്ന് കരുതുക. അപ്പോൾ ആ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ അതേ ആറ്റത്തിൻ്റെ തന്നെ അതേ സബ്സ്റ്റൻസിൻ്റെ തന്നെ ആറ്റങ്ങളാണ് ആ ലാറ്റിസിലേക്ക് വരുന്നത്. അതായത് മറ്റു ലാറ്റിസിൽ നിന്നും ആറ്റംസ് വേറൊരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഇൻഡസ്ട്രിഷ്യൽ സൈറ്റിലേക്ക് വരുന്നത് കൊണ്ടാണ്. അല്ലാതെ പുറത്തുനിന്നൊരു പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ വേറൊരു ആറ്റം അല്ല വരുന്നത്. ഫോർ എക്സാമ്പിൾ സോഡിയം എന്ന് പറയുന്ന മെറ്റൽ എന്ന് കരുതുക. അപ്പോൾ സോഡിയം എന്ന് പറയുന്ന മെറ്റൽ നിർമ്മിച്ചിരിക്കുന്നത് സോഡിയം ആറ്റം കൊണ്ടാണ്. അപ്പോൾ ആ സോഡിയത്തിൻ്റെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എടുക്കുമ്പോൾ സോഡിയം ആറ്റംസിനെ ഒരു റെഗുലർ ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ലാറ്റിസ് സൈറ്റിൽ, ഇൻഡസ്ട്രിഷ്യൽ സൈറ്റിൽ വേറൊരു ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും ഈ സോഡിയം ആറ്റങ്ങൾ വന്ന് ഒക്കുപ്പൈ ചെയ്യപ്പെടാം. അങ്ങനെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് ഡിഫക്റ്റ് ഉണ്ടായാൽ അതാണ് ഇൻഡസ്ട്രിഷ്യൽ ഡിഫക്റ്റ്. അല്ലാതെ ഒരിക്കലും പുറത്തുനിന്ന് വേറൊരു ആറ്റം അല്ല വരുന്നത്, അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും പാടില്ല. അപ്പോൾ ഇത്രയുമാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് that is present in or seen in non-ionic solids. അപ്പോൾ ഒന്ന് ഓർക്കുക, നോൺ അയണിക് സോളിഡിൽ കാണപ്പെടുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകളാണ് വേക്കൻസി ഡിഫക്റ്റും മറ്റൊന്ന് ഇൻഡസ്ട്രിഷ്യൽ ഡിഫക്റ്റും. ഓക്കെ, സോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഇൻ അയണിക് സോളിഡ്സ്. ഞാൻ പറഞ്ഞു അയണിക് സോളിഡ്സിൽ കാണപ്പെടുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് രണ്ട് തരമാണ്. ഒന്ന് ഫ്രെങ്കൽ ഡിഫക്റ്റും മറ്റൊന്ന് ഷോട്ട്കി ഡിഫക്റ്റും. ഇത് വളരെ വ്യക്തമായി വിശദമായി പഠിക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായി നിങ്ങൾ അറിയേണ്ടത് അതിൻ്റെ ആ ഒരു ഡയഗ്രാമാണ്. ആ ഡയഗ്രാം അറിയാമെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രെങ്കൽ ഡിഫക്റ്റ്. നമുക്ക് ആദ്യം നോക്കാം. ഫ്രെങ്കൽ ഡിഫക്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾ കാണാൻ പറ്റും. അയണിക് സോളിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് കാറ്റയോൺ, പോസിറ്റീവ് അയോണുണ്ട്, നെഗറ്റീവ് അയോണുണ്ട്. പോസിറ്റീവ് അയോൺ, അപ്പോൾ ഒരു അയോണിക് സോളിഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. അപ്പോൾ ഇതിൽ എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദ സ്മോളർ അയോൺ ഇൻ ദാറ്റ് അയണിക് സോളിഡ്. നിങ്ങൾക്കറിയാം ഒരു അയണിക് സോളിഡിലാകുമ്പോൾ പോസിറ്റീവ് അയോണും ഉണ്ട്, നെഗറ്റീവ് അയോണും ഉണ്ട്. അതിൽ എപ്പോഴും സ്മോളർ അയോൺ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് അയോൺ അഥവാ കാറ്റയോൺ ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കാറ്റയോൺസ് ആർ സ്മോളർ ദാൻ ദെയർ പാരന്റ് ആറ്റം വൈൽ ആനയോൺസ് ആർ ലാർജർ ദാൻ ദെയർ പാരന്റ് ആറ്റം. പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കാറ്റയോണുകളാണ് എപ്പോഴും ചെറിയ സൈസുള്ള അയോൺസ്, ആനയോൺസ് കമ്പാരിറ്റീവ്ലി ലാർജർ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അയോണിക് സോളിഡിൽ എപ്പോഴും സ്മോളർ അയോൺ, അതായത് കാറ്റയോൺ, അതിൻ്റെ ലാറ്റിസ് സൈറ്റിൽ നിന്നും ഡിസ്ലൊക്കേറ്റ് ചെയ്ത് ഇൻഡസ്ട്രിഷ്യൽ സൈറ്റിലേക്ക് വന്ന് ഒക്കുപ്പൈ ചെയ്യപ്പെടും. ഇത് കാണാൻ പറ്റും. ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് അയണിക് സോളിഡിൻ്റെ. ഇതിൽ നിന്ന് ഞാനിവിടെ പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ ഒരു വേക്കൻസി നിങ്ങൾ കാണുന്നുണ്ട്. കണ്ട അവിടെ ഒരു ബോക്സ് ഞാൻ വരച്ചിട്ടേക്കുന്നത്. ഇറ്റ്സ് എ വേക്കൻസി ഓഫ് എ പോസിറ്റീവ് അയോൺ. ഈ പോസിറ്റീവ് അയോൺ ഇവിടെ ഇല്ല. എവിടെ പോയി അത്? അതിൻ്റെ ലാറ്റിസ് സൈറ്റിൽ നിന്നും ഇൻഡസ്ട്രിഷ്യൽ സൈറ്റിലേക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താ ഡിസ്ലൊക്കേറ്റ് ചെയ്യുക? സ്ഥാനം മാറപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു അയോണിക് സോളിഡിലുള്ള പോസിറ്റീവ് അയോൺ, അതായത് കാറ്റയോൺ, അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്നും ഇൻഡസ്ട്രിഷ്യൽ സൈറ്റിലേക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. അതുകൊണ്ട് ഈ ഡിഫക്റ്റിനെ നമ്മൾ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. ആ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഹൗ ദിസ് ഡിഫക്റ്റ് ഈസ് പ്രൊഡ്യൂസസ് ഓർ അറൈസസ്? ദിസ് ഡിഫക്റ്റ് ഈസ് അറൈസസ് വെൻ the smaller ion, that is cation, present in the ionic solid is dislocated from its normal position to the interstitial site. As a result,
It creates a vacancy in the lattice site and also an interstitial defect. അതായത് നമുക്ക് പറയാം ഈ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു വേക്കൻസി ഡിഫക്റ്റുമാണ് പ്ലസ് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്, രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. കാരണം എന്തുവാ, ലാറ്റിസ് സൈറ്റിൽ വേക്കൻസിയും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, നിങ്ങൾക്ക് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് ഫ്രങ്കൽ ഡിഫക്റ്റിൻ്റെ പ്രത്യേകത, it is a combination of both vacancy defect and interstitial defect, and therefore it is also known as dislocation defect. ഒന്നുകൂടി, കാറ്റയോണുകൾ നോർമൽ പൊസിഷനിൽ നിന്നും ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് വരുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ അതിൻ്റെ ഫലമായി ഇവിടെ വേക്കൻസി ഡിഫക്റ്റും ഉണ്ടാകുന്നു, ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും ഉണ്ടാകുന്നു. കൂടാതെ ഈ ഡിഫക്റ്റ് ഇതുപോലുള്ള പാർട്ടിക്കിൾസ് ഡിസ്ലൊക്കേറ്റ് ചെയ്തത് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആയതുകൊണ്ട് ഈ ഡിഫക്റ്റിനെ നമ്മൾ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റും എന്നും വിളിക്കുന്നു. അടുത്ത പോയിന്റ്, ഇങ്ങനെ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് ആയതുകൊണ്ട്, അതായത് പാർട്ടിക്കിൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഒരു സൈറ്റിൽ നിന്നും ലാറ്റിസ് സൈറ്റിലേക്ക് പോകുന്നത് കൊണ്ടുണ്ടായ ഡിഫക്റ്റ് ആയതുകൊണ്ട് ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും പാർട്ടിക്കിൾ മിസ് ചെയ്യുന്നില്ല, പുതുതായിട്ടൊരു പാർട്ടിക്കിൾ വരുന്നുമില്ല. ലാറ്റിസിനകത്തുള്ള ഒരു അയോൺ അതിൻ്റെ സ്ഥാനം മാറി വേറൊരു സ്ഥലത്തേക്ക് ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഏതുപോലെ എന്ന് വെച്ചാൽ നിങ്ങളെ ക്ലാസ് റൂം എടുത്താൽ ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികളും അവരവരുടെ സ്ഥാനത്ത് ഇരിക്കാതെ ഒന്നോ രണ്ടോ പേര് ഇറങ്ങി തറയിലിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ പാർട്ടിക്കിൾ പുറത്തോട്ട് പോയതുമില്ല, അകത്തുനിന്ന് വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്. അതായത് ഫ്രങ്കൽ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും ആ അയണിക് സോളിഡിൻ്റെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നുമില്ല, ഡിക്രീസ് ചെയ്യുന്നുമില്ല. കാരണം എന്തുവാ, വേക്കൻസിയും ഇൻറ്റർസ്റ്റീഷ്യൽ രണ്ടും ഒരേ ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് നടക്കുന്നത് കൊണ്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. ഇനി അടുത്ത പ്രോപ്പർട്ടി, ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ഈസ് ഷോൺ ബൈ അയണിക് സോളിഡ്സ് ഇൻ വിച്ച് there is a large difference in the size of the cation and the anion, which means the cations in these type of solids are very smaller and the anions are very larger. അതായത് കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും സൈസ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. കാറ്റയോൺസ് എല്ലാം വളരെ ചെറുതും ആനയോൺസ് എല്ലാം വളരെ വലുതുമായിരിക്കും. അത്തരത്തിൽ ആനയോൺസ് വലുതും കാറ്റയോൺസ് ചെറുതുമായിട്ടുള്ള അയോണിക് സോളിഡിലാണ് നോർമലി ഫ്രങ്കൽ ഡിഫക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ AgCl, then AgI, then ZnS zinc sulfide, AgBr etc. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാറ്റയോണിൻ്റെ സൈസും ആനയോണിൻ്റെ സൈസും നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ കാറ്റയോൺസ് എല്ലാം വളരെ ചെറുതും ആനയോൺസ് എല്ലാം വളരെ വലുതും ആയിരിക്കും. അങ്ങനെ ആനയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും സൈസുകൾ തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഫ്രങ്കൽ ഡിഫക്റ്റ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റുകളെല്ലാം. എന്താണ് ഫ്രങ്കൽ ഡിഫക്റ്റ്, ഇതിനെ നമ്മൾ എന്തെന്നും വിളിക്കും, ഇതിൻ്റെ ഫലമായി ഡെൻസിറ്റിക്ക് ചേഞ്ച് ഇല്ലെന്നും, ഇത്തരത്തിലുള്ള സോളിഡുകളിൽ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും സൈസിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ടെന്ന് ഓർക്കുക. ഞാൻ എക്സാമ്പിൾ ഓർക്കുക. ഇനി പറയാൻ പോകുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റിലേക്കാണ്. ഷോർട്ട് കീ ഡിഫക്റ്റ് ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാൻ കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ഹിയർ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആർ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആർ മിസ്സിംഗ് മീൻസ് പുറത്തേക്ക് പോകുന്നു. സോ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് പ്യുവർലി എ വാക്കൻസി ഡിഫക്റ്റ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ച് വേണം. ഷോർട്ട് കീ ഡിഫക്റ്റ് പൂർണ്ണമായും ഒരു വേക്കൻസി ഡിഫക്റ്റ് ആണ്. അതായത് ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും പാർട്ടിക്കിൾസ് മിസ് ചെയ്യുന്നു. അയണിക് സോളിഡ് ആകുമ്പോൾ നമുക്ക് പറയാം ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും അയോണുകൾ മിസ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വേക്കൻസി ഡിഫക്റ്റ് ആണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇവിടുന്ന് ഒരു പോസിറ്റീവ് അയോൺ മിസ്സായി, ഈ ഏരിയയിൽ നിന്നൊരു നെഗറ്റീവ് അയോണും മിസ്സായിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു അയോൺസ് മിസ് ചെയ്യുകയാണ്. അപ്പോൾ ഉള്ള പ്രത്യേകത അത് ഏത് അയോണെന്ന് ചോദിച്ചാൽ
അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. ഒരു അയോണിക് സോളിഡിലെ കാറ്റയോൺ മിസ് ചെയ്താൽ അത്രയും ആനയോണും മിസ്സാവും. എന്ന് വെച്ചാൽ അർത്ഥം ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോണും ആനയോണുമാണ് മിസ്സാകുന്നത്. ഒരിക്കലും പോസിറ്റീവ് അയോൺ മാത്രമായിട്ടോ നെഗറ്റീവ് അയോൺ മാത്രമായിട്ടോ പുറത്തേക്ക് പോകാറില്ല, അല്ലെങ്കിൽ മിസ് ചെയ്യാറില്ല. കാരണം ഒരു അയോണിക് സോളിഡ് ആകുമ്പോൾ എന്ത് ഡിഫക്റ്റ് സംഭവിച്ചാലും അത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് യാതൊരു ചേഞ്ചും വരാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇനി എന്തൊക്കെ ഡിഫക്റ്റ് നടന്നാലും ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ സോളിഡ് വിൽ ബി റിമൈൻസ് സെയിം. അതായത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സോളിഡ്, ഒരു അയോണിക് സോളിഡ് എടുത്താൽ അതിനകത്ത് എത്ര കാറ്റയോൺ ഉണ്ടോ അത്രയും ആനയോൺ ഉണ്ടാകും. 10 കാറ്റയോൺ ഉണ്ടെങ്കിൽ 10 ആനയോണും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ 10 കാറ്റയോണും 10 ആനയോണും ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ NaCl കേസ് ആകുമ്പോൾ 10 പോസിറ്റീവ് അയോൺ ഉണ്ടെങ്കിൽ 10 നെഗറ്റീവ് അയോണും ഉണ്ടാകും. പക്ഷെ അവിടെയും നമ്മൾ വേറൊരു കാര്യം ഓർത്തോണം, ഈ ചാർജുകളാണ് സെയിം. ഇപ്പോൾ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം എടുക്കുമ്പോൾ ഒരു കാൽഷ്യത്തിൻ്റെ കൂടെ 2 ക്ലോറൈഡ് അയോൺ വരണം. കാരണം കാൽഷ്യത്തിൻ്റെ ചാർജ് 2+ ആണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അയോണിക് സോളിഡ് എടുക്കുമ്പോൾ അതിനകത്തുള്ള കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും എണ്ണം ഈക്വൽ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ സോളിഡിലുള്ള പോസിറ്റീവ് അയോണിൻ്റെയും നെഗറ്റീവ് അയോണിൻ്റെയും, മീൻസ് പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും അളവ് എപ്പോഴും സെയിം ആയിരിക്കണം. അപ്പോൾ ഡിഫക്റ്റ് സംഭവിച്ചാലും ഈ പറയുന്ന പോലെ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും അളവ് സെയിം തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരിക്കലും വിചാരിച്ച് കളയല് കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും പിന്നെ എണ്ണം ഈക്വൽ ആകണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പകരം പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും അളവ് ഈക്വൽ ആയിരിക്കണം. പക്ഷേ ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് NaCl പോലൊരു ക്രിസ്റ്റലാണ്. കാരണം ഒരു പോസിറ്റീവ് അയോണിന് ഒരു നെഗറ്റീവ് അയോൺ എന്നുള്ള ക്രമത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പറയുമ്പോൾ ഒരു കാറ്റയോൺ പോയാൽ കൂടെ ഒരു ആനയോണും പോയിരിക്കണം. ഇപ്പോൾ കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ ഒരു Ca2+ അയോൺ പോയാൽ അതിൻ്റെ ചാർജ് ബാലൻസ് ചെയ്യാൻ 2 Cl- അയോൺ പോയിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോണും ആനയോണും, മീൻസ് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും മിസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വേക്കൻസി ഡിഫക്റ്റ് ആണ് ഷോർട്ട്കി ഡിഫക്റ്റ്. ഇനി എന്തിനാണ് അങ്ങനെ ഈക്വൽ നമ്പർ പോകുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ചാർജിലുള്ള കാറ്റയോണും ആനയോണും പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ആണ്. ഓക്കെ, ഇനി ഇങ്ങനെ വേക്കൻസി ഡിഫക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും the density of the solid is decreases. സോളിഡിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം പാർട്ടിക്കിൾസ് പുറത്തേക്ക് പോവുകയാണ്, മിസ് ചെയ്യുകയാണ്. സോ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഡിക്രീസസ്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സൈസ് ഓഫ് ദി കാറ്റയോൺ ആൻഡ് ആനയോൺ. കാറ്റയോൺ ആൻഡ് ആനയോൺ ഈസ് ആൾമോസ്റ്റ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഏകദേശം കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും സൈസ് ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, ഇനി എക്സാമ്പിൾ നമുക്ക് കാണാം. എക്സാമ്പിൾ കാണുമ്പോൾ NaCl ഞാൻ നിങ്ങളോട് പറഞ്ഞു, KCl, ദെൻ CCM ക്ലോറൈഡ്, ദെൻ AgBr. ഇതൊരു പ്രത്യേകതയാണ്. 2 തരം ഡിഫക്റ്റും കാണിക്കുന്ന, ഇതൊരു പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. മീൻ ഷോർട്ട്കി ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും 2 ഡിഫക്റ്റും ഒരേപോലെ കാണിക്കാൻ കഴിയുന്ന സോളിഡ്, ദാറ്റ് ഈസ് AgBr. അത് ഓർത്ത് പഠിച്ചോണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ, എല്ലാം എക്സാമ്പിൾ ഉണ്ട്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, പോസിറ്റീവ് അയോണിൻ്റെയും നെഗറ്റീവ് അയോണിൻ്റെയും എണ്ണവും ഈക്വലാണ്, ചാർജ് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഈ ഡെഫിനേഷൻ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ മനസ്സിൽ ഓർത്തോണം, എപ്പോഴും ഈ ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ പറയുന്നത് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോണും ആനയോണും മിസ്സിങ് എന്നാണെങ്കിലും ഓർത്ത് വെച്ചോണം അവിടെ ചാർജുകൾ, ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജുള്ള അയോണുകളാണ് ഒരേപോലെ മിസ്സാവുന്നത്. ഓക്കെ, അപ്പോൾ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡെൻസിറ്റി കുറയും. സൈസ് ഓഫ് ദ കാറ്റയോൺ ആൻഡ് ആനയോൺ ആൾമോസ്റ്റ് സെയിം ആയിരിക്കണം. എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ പഠിക്കുമ്പോൾ സിൽവർ ബ്രോമൈഡിൻ്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കൊള്ളണം. 2 ഡിഫക്റ്റും ഒരേപോലെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സോളിഡാണ് സിൽവർ ബ്രോമൈഡ്. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ചോദ്യം കൃത്യമായി ചോദിക്കുകയാണെങ്കിൽ ഈ ഡയഗ്രത്തിന്
അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഡയഗ്രാം വരയ്ക്കാതെ ഒരിക്കലും നിങ്ങളത് എഴുതാൻ നിൽക്കരുത്. ഈവൻ ഡയഗ്രാം വരച്ചാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെച്ചിരുന്നാൽ ഡയഗ്രാം കിട്ടിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ താഴെയുള്ള പോയിന്റ്സ് എഴുതി വെക്കാനും പറ്റും. ഓക്കെ, ഇത്രയുമാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഷോൺ ബൈ അയണിക് സോളിഡ്സ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ആൾറെഡി സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റും അതിൻ്റെ പലതരത്തിലുള്ള ടൈപ്സും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പോയിൻ്റ് ഡിഫക്റ്റായ ഇംപ്യൂരിറ്റി ഡിഫക്റ്റിനെ പറ്റിയാണ്. അപ്പോൾ അതിൽ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്താണെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റും. defect which arises when a foreign atom or ion are present at the lattice site or interstitial site in place of host atoms or ions. അതായത് ഒരു സോളിഡ്, ഇപ്പോൾ സോളിഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ NaCl തന്നെ എടുക്കാം. അപ്പോൾ NaCl എന്ന് പറയുന്നത് സോളിഡിനാവും നിർമ്മിച്ചിരിക്കുന്നത് Na+ഉം Cl- അയോണുകൾ കൊണ്ടാണ്. ഈ പറയുന്ന Na+ ആൻഡ് Cl- അയോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ NaCl ഈ പറയുന്ന രണ്ട് അയോണുകളല്ലാതെ Na+ എന്നോ Cl- എന്നോ ഉള്ള അയോണുകളല്ലാതെ പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും അയോണുകളോ ആറ്റങ്ങളോ ഇതിനകത്തേക്ക് വരുന്നതിൻ്റെ ഫലമായി, ഏതിനകത്തേക്ക്, ക്രിസ്റ്റൽ ലാറ്റിസിനകത്തേക്ക് വരുന്നതിൻ്റെ ഫലമായി അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അപ്പം നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു ക്രിസ്റ്റലാണത്. അപ്പോൾ അതിൽ സ്ട്രോൺഷ്യം എന്ന് പറയുന്നൊരു ഫോറിൻ ആറ്റം ഓർ അയോൺ. അപ്പോൾ ഫോറിൻ ആറ്റം ഓർ അയോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്രിസ്റ്റൽ ലാറ്റിസിനകത്തുള്ള അയോണുകളല്ലാതെ പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും ആറ്റങ്ങളോ അയോണുകളോ വരുന്നെങ്കിൽ അതിനെയാണ് ഫോറിൻ ആറ്റം ഓർ അയോൺ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഇങ്ങനെ പറയാം. ഇപ്പോൾ മോൾട്ടൺ NaCl, അതായത് ഉരുകിയ NaCl, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള NaCl, ആ NaClൻ്റെ കൂടെ SrCl2, അതായത് സ്ട്രോൺഷ്യം ക്ലോറൈഡും കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. കുറച്ച് എമൗണ്ട്, ലിറ്റിൽ എമൗണ്ട് സ്ട്രോൺഷ്യം ക്ലോറൈഡ് കൂടി ഉണ്ട്. അപ്പോൾ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഉള്ള ഒരു ലിറ്റിൽ എമൗണ്ട് സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഉള്ള മോൾട്ടൺ NaCl ക്രിസ്റ്റലൈസ് ചെയ്ത് സോളിഡ് NaCl ആകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ NaClനകത്തുള്ള സം ഓഫ് ദി Na+ അയോൺസ് ആർ റീപ്ലേസ്ഡ് ബൈ സ്ട്രോൺഷ്യം അയോൺ. അതായത് ഈ സോഡിയം ക്ലോറൈഡിലുള്ള Na+ അയോണിനെ റീപ്ലേസ് ചെയ്ത് അവിടെ സ്ട്രോൺഷ്യം അയോണുകൾ വരും. അപ്പോൾ നിങ്ങൾക്കറിയാം സോഡിയം അയോണിന് ഒരു പോസിറ്റീവ് ചാർജും സ്ട്രോൺഷ്യം അയോണിന് 2 പോസിറ്റീവ് ചാർജുമാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരു സ്ട്രോൺഷ്യം അയോൺ ഈ NaCl ക്രിസ്റ്റലിനകത്തേക്ക് വരുമ്പോൾ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 Na+ അയോണുകൾ ഈ സോളിഡിൽ നിന്ന് പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ 2 വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിൽ ഒരു വേക്കൻസിയിൽ ഒരു സൈറ്റിൽ സോഡിയം ഇരുന്ന ഒരു സൈറ്റിൽ സ്ട്രോൺഷ്യം അയോൺ പോയി ഒക്കുപ്പൈ ചെയ്യും. രണ്ടാമത്തെ സൈറ്റ് അവിടെ വേക്കൻസി ആകും. ഇങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റ്. അപ്പോൾ ഒരു ഫോറിൻ ആറ്റം അല്ലെങ്കിൽ അയോൺ വന്നതിൻ്റെ ഫലമായിട്ടുണ്ടായ ഡിഫക്റ്റ്, ഈ ഡിഫക്റ്റിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഒരു ഫോറിൻ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു ആറ്റമോ അയോണുകളോ വേറൊരു സോളിഡിനകത്തേക്ക് ചെന്ന് കയറുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഓർത്താൽ മതി. ഇപ്പോൾ NaCl എന്ന് പറയുന്ന സബ്സ്റ്റൻസ് മോൾട്ടൺ NaCl ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അവിടെ സ്ട്രോൺഷ്യം ക്ലോറൈഡിൻ്റെ കൂടെ പ്രസൻസ് ഉണ്ട് എങ്കിൽ ഈ NaCl ക്രിസ്റ്റലിനകത്തുള്ള Na+ അയോൺസിനെ റീപ്ലേസ് ചെയ്ത് അവിടെ സ്ട്രോൺഷ്യം അയോൺസ് വരും. ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രോൺഷ്യം അയോൺ വരുമ്പോൾ 2 Na+ അയോണുകൾ റിമൂവ് ചെയ്യപ്പെടും. കാരണം ഒരു സ്ട്രോൺഷ്യത്തിൻ്റെ ചാർജ് 2+ഉം സോഡിയത്തിൻ്റെ ചാർജ് 1+ഉമാണ്. അപ്പോൾ ചാർജ് ബാലൻസ് ചെയ്യാൻ ഒരു സ്ട്രോൺഷ്യം വരുമ്പോൾ 2 സോഡിയം അയോണുകൾ റിമൂവ് ചെയ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ട് 2 വേക്കൻസി ഉണ്ടാകും. അതിൽ ഒരു വേക്കൻസിയിൽ സ്ട്രോൺഷ്യം ഒക്കുപ്പൈ ചെയ്ത് ആ വേക്കൻസി ബാലൻസ് ചെയ്യും. പക്ഷേ രണ്ടാമത്തെ വേക്കൻസി അതുപോലെ അവിടെ ഉണ്ടാവുകയും അത് ഒരു ഡിഫക്റ്റായി മാറുകയും അങ്ങനെ ഫോറിൻ ആറ്റം അല്ലെങ്കിൽ അയോൺ വന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഫക്റ്റാണ്. ഇത് പോയിന്റ് ഡിഫക്റ്റിലെ രണ്ടാമത്തെ ടൈപ്പാണ്. ഓക്കെ, അടുത്തതായി നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, നമ്മുടെ പോയിന്റ് ഡിഫക്ട്സിലെ മൂന്നാമത്തെ ടൈപ്പ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു ദ ഡിഫക്റ്റ് വിച്ച് will disturb the stoichiometry of the solid or which will change the composition of the solid.
അതായത് സോളിഡിൻ്റെ കോമ്പോസിഷനിൽ അല്ലെങ്കിൽ സ്റ്റോഷ്യോമെട്രിക് റേഷ്യോയിൽ ചേഞ്ച് വരുത്തുന്ന ഡിഫക്റ്റുകളെയാണ് നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറയുക. നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. സ്റ്റോഷ്യോമെട്രിക് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു, രണ്ട് എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ ആ കമ്പൈൻ ചെയ്യുന്ന എലമെൻറ്റുകളുടെ മാസുകൾ ഒരു ഫിക്സഡ് ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. അതിനെയാണ് നമ്മൾ സ്റ്റോഷ്യോമെട്രിക് റേഷ്യോ എന്ന് പറയുക. അപ്പോൾ ആ റേഷ്യോയിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ഡിഫക്റ്റുകളെയാണ് നമ്മൾ നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് വിൽ ലീഡ്സ് ടു ദ ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഓഫ് സോളിഡ്. ആ സോളിഡിനെ തന്നെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് കാരണമാകും അത്. ഈ ഡിഫക്റ്റ് പ്രധാനമായും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നും മറ്റൊന്ന് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്നും. ഈ വാക്കിൽ തന്നെ പേരിൽ തന്നെയുണ്ട് മെറ്റൽ എക്സസ്. മെറ്റൽ എക്സസ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം നമ്മളിതൊരു അയോണിക് സോളിഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഈ കേസ് ഇവിടെ ഒരു അയോണിക് സോളിഡ് എടുക്കുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു കാറ്റയോണും ഉണ്ടാകും, ഒരു ആനയോൺ നെഗറ്റീവ് അയോണും ഉണ്ടാകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാറ്റയോൺസ് എപ്പോഴും മെറ്റൽ അയോൺ തന്നെ ആയിരിക്കും. ബിക്കോസ് മെറ്റൽ അയോൺസ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്ത് കാറ്റയോണുകളായി മാറിയിരിക്കും. ഇനി ആനയോൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നോൺ മെറ്റലിൻ്റെ അയോൺ തന്നെ ആയിരിക്കുകയും ചെയ്യും. എക്സാമ്പിൾ NaCl എടുക്കാം. NaCl എടുക്കുമ്പോൾ സോഡിയം മെറ്റൽ അയോൺ ആണ്, അതാണ് കാറ്റയോൺ. Cl- ആനയോൺ എന്ന് പറയുന്നത് നോൺ മെറ്റലായ ക്ലോറിൻ്റെ അയോണായ ക്ലോറൈഡ് അയോണും തന്നെയാണ്. അപ്പോൾ നമ്മളൊരു അയോണിക് സോളിഡ് എടുക്കുമ്പോൾ അവിടുത്തെ കാറ്റയോൺ എന്ന് പറയുന്നത് എപ്പോഴും മെറ്റൽ അയോണും ആനയോൺ എന്ന് പറയുന്നത് നോൺ മെറ്റലിൻ്റെ അയോണും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കാറ്റയോണിൻ്റെ എണ്ണം കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ കാറ്റയോണിൻ്റെ എണ്ണം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. അതുപോലെ കാറ്റയോണിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇനി ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മെറ്റൽ എക്സസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് നെഗറ്റീവ് അയോൺ അഥവാ ആനയോൺ. അതായത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള നെഗറ്റീവ് അയോണിൻ്റെ ആബ്സെൻസ് അല്ലെങ്കിൽ കുറവ് മൂലമുണ്ടാകുന്ന മെറ്റൽ എക്സസ്. ആനയോണിൻ്റെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ട് കാറ്റയോണിൻ്റെ എണ്ണം എക്സസ് ആയി വരുന്ന കേസുകൾ, ദാറ്റ് ഈസ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദ ആനയോണിക് വേക്കൻസി. ആബ്സെൻസ് ഓഫ് ആനയോൺ മീൻസ് ആനയോണിക് വേക്കൻസി എന്ന് പറയാം, വേക്കൻസി ഓഫ് ആനയോൺ. അപ്പം ആനയോണിൻ്റെ വേക്കൻസി മൂലവും മെറ്റൽ എക്സസ് ചെയ്യാം. തിരിച്ച് എക്സ്ട്രാ കാറ്റയോണിൻ്റെ പ്രസൻസ് മൂലവും, എക്സ്ട്രാ കാറ്റയോൺ മീൻസ് കാറ്റയോണിൻ്റെ എണ്ണം എക്സ്ട്രാ ആവുന്നതിൻ്റെ ഫലമായി പുറത്തുനിന്ന് വന്ന് എക്സ്ട്രാ കാറ്റയോൺ ആകുന്നതിൻ്റെ ഫലമായും മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാകാം. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ട് തരത്തിലുണ്ടാകാം. ആബ്സെൻസ് ഓഫ് ആനയോൺ അഥവാ ആനയോണിക് വേക്കൻസി മൂലവും എക്സ്ട്രാ കാറ്റയോണിൻ്റെ പ്രസൻസ് മൂലവും മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദ ആനയോണിക് വേക്കൻസി ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യമായി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി. അപ്പോൾ ഈ ഡിഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഡിഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ മെറ്റൽ ഹാലൈഡ് ഈസ് ഹീറ്റഡ് ഇൻ മെറ്റൽ വേപ്പേഴ്സ്. മെറ്റൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പോൾ നോർമലി ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ് ആയിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റൽസിൻ്റെ ഹാലൈഡ്സ് ലൈക്ക് സോഡിയം ക്ലോറൈഡ്, സോഡിയം ഫ്ലൂറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ്, ലിഥിയം ക്ലോറൈഡ് പോലുള്ള മെറ്റൽ ഹാലൈഡുകളെ അതാത് മെറ്റലിൻ്റെ വേപ്പേഴ്സിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നത്. നമുക്ക് പരിശോധിക്കാം. ഞാനൊരു ആൽക്കലി മെറ്റൽ ഹാലൈഡായ NaClൻ്റെ ക്രിസ്റ്റൽ എടുത്തു. ഈ ക്രിസ്റ്റലിനെ ഞാൻ ഹീറ്റ് ചെയ്യുകയാണ്. ഐ ആം ഹീറ്റിംഗ് ദിസ് NaCl ക്രിസ്റ്റൽ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് മെറ്റൽ വേപ്പർ, ദാറ്റ് ഈസ് സോഡിയം വേപ്പേഴ്സ്. അതായത് സോഡിയത്തിൻ്റെ ആറ്റംസ് നിറഞ്ഞ, സോഡിയത്തിൻ്റെ വേപ്പേഴ്സ് നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിലാണ് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ ഹീറ്റ് ചെയ്യുന്നതോടൊപ്പം ആ അറ്റ്മോസ്ഫിയർ ശ്രദ്ധിക്കുക, സോഡിയം വേപ്പേഴ്സ് ആണ്. സോഡിയം വേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ സോഡിയം ആറ്റംസ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സോഡിയം ആറ്റംസ് ഉള്ള അറ്റ്മോസ്ഫിയറിലാണ് ചൂടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
ഈ വേപ്പർ ഫേസിലുള്ള സോഡിയം ആറ്റം ക്രിസ്റ്റലിൻ്റെ സർഫസിലേക്ക് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യും അഥവാ അക്യുമുലേറ്റ് ചെയ്യും. അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ സോഡിയത്തിനെ കാണുന്ന സമയത്ത് അതാ സോഡിയം ആറ്റം അവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിനകത്തുള്ള ഒരു നെഗറ്റീവ് അയോൺ ദാറ്റ് ഈസ് Cl- അയോൺ അങ്ങോട്ട് ഷിഫ്റ്റാകും. അതിൻ്റെ ഫലമായി ഈ ക്രിസ്റ്റലിനകത്ത് ഒരു ആനയോണിക് വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം Cl- പോയി, അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ആനയോണിൻ്റെ വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ചേഞ്ച് ചെയ്യപ്പെടും. ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തേക്കുന്ന സോഡിയം ആറ്റം അതിൻ്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. എന്നിട്ട് അത് സോഡിയം അയോണായിട്ട് മാറും. ആ സോഡിയം അയോണും അവിടെ നിന്ന് ചെന്ന Cl- ചേർന്ന NaCl ആകും. അതോടൊപ്പം സോഡിയം റിലീസ് ചെയ്ത ഇലക്ട്രോൺ ഈ ക്ലോറൈഡ് അയോണിൻ്റെ വാക്കൻസിയിൽ ഒക്കുപ്പൈ ചെയ്യും. Now you can see in the crystal lattice there creates an anionic vacancy and also the number of metal ion get excess or increased. So it is a metal excess defect due to anionic vacancy. And also the electrons given by sodium atom release ചെയ്ത ഇലക്ട്രോൺ വന്ന് ആനയോണിക് വേക്കൻസിയിൽ ഒക്കുപ്പൈ ചെയ്ത് ആ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്തു. സോ ദിസ് ഈസ് കോൾഡ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി. ഇപ്പം എന്താ പറഞ്ഞത്, ഒരു ആൽക്കലി മെറ്റൽ ഹാലൈഡിൻ്റെ ക്രിസ്റ്റൽ, എക്സാമ്പിൾ NaClൻ്റെ ക്രിസ്റ്റലിനെ സോഡിയം ആറ്റത്തിൻ്റെ വേപ്പേഴ്സ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ആ സോഡിയം ആറ്റം ക്രിസ്റ്റലിൻ്റെ സർഫസിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും ഒരു നെഗറ്റീവ് അയോൺ ക്ലോറൈഡ് അയോൺ അങ്ങോട്ട് ചെല്ലുന്നു. അതിൻ്റെ ഫലമായി ക്രിസ്റ്റൽ ലാറ്റിസിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആരുടെ വേക്കൻസി? ആനയോണിൻ്റെ, നെഗറ്റീവ് അയോണിൻ്റെ വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ചേഞ്ച് ചെയ്യപ്പെടുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്ത അപ്പോൾ നമുക്കറിയാം ഈ ക്രിസ്റ്റലിനകത്ത് ഒരു ആനയോണിക് വേക്കൻസി ഉണ്ടായി. ആ ആനയോണിക് വേക്കൻസിയുടെ ഫലമായിട്ട് ആ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ചേഞ്ച് ചെയ്യപ്പെട്ടു. ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഡിപ്പോസിറ്റ് ചെയ്ത സോഡിയം ആറ്റം ഒരു ഇലക്ട്രോൺ കൊടുക്കുന്നു അങ്ങോട്ട്. ആ സോഡിയം ആറ്റം അപ്പോൾ സോഡിയം അയോണായി, അങ്ങനെ അവിടെ NaCl ആയി. ഈ ഇലക്ട്രോൺ ആ ആനയോണിക് വേക്കൻസിയിൽ വന്ന് ഒക്കുപ്പൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എഫ് സെൻറ്റർ എന്നാണ്. എഫ് സെൻറ്റർ എന്നാണ് വിളിക്കുന്നത്, അഥവാ കളർ സെൻറ്റർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ ഇലക്ട്രോൺ ഇവിടെ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു, വിച്ച് ഈസ് ഒക്കുപ്പൈഡ് ഇൻ ദ ആനയോണിക് വേക്കൻസി. സോ ദ unpaired electron, so you can say one electron, an odd electron, which is occupying at the anionic vacancy, and that anionic vacancy occupied by an electron is called F center or color center. ഇത് പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇതിനെ കളർ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ഇങ്ങനെ നമ്മൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ആനയോണിക് വേക്കൻസിയിൽ ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യുമ്പോൾ, ഈ ആനയോണിക് വേക്കൻസിയിൽ ഒക്കുപ്പൈ ചെയ്യുന്ന ഈ ഒരു ഇലക്ട്രോൺ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓർ ഇറ്റ് ക്യാൻ ജനറേറ്റ് എ പർട്ടിക്കുലർ കളർ ടു ദ ക്രിസ്റ്റൽ. ആ ക്രിസ്റ്റലിന് ഒരു പർട്ടിക്കുലർ കളറിനെ ജനറേറ്റ് ചെയ്യാൻ, കളറിനെ കൊടുക്കാനായിട്ട് ആ ഇലക്ട്രോണിന് സാധിക്കും. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അൺപെയർഡ് ഇലക്ട്രോൺസിൽ നമ്മൾ എനർജി കിട്ടുമ്പോഴേക്കും ആ ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് എക്സൈറ്റ് ചെയ്യുമ്പോൾ അബ്സോർബ് ചെയ്ത എനർജി കളറിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ റേഡിയേഷൻ്റെ രൂപത്തിൽ അവർ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന കളർ ക്രിസ്റ്റലിൻ്റെ കളറായി നമുക്ക് അനുഭവപ്പെടുകയും അതുകൊണ്ട് നമുക്ക് പറയാം
the unpaired electron occupied by the anionic vacancy can give or impart color to the crystal, and therefore the electron which is occupied at the anionic vacancy is called F center or color center. ഈ എഫ് സെന്ററിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫാർബൻ സെന്റർ എന്നാണ്. ഇതൊരു ജർമ്മൻ വേർഡ് ആണ്. ഈ ഫാർബൻ സെന്ററിന്റെ മീനിങ് എന്ന് പറയുന്നത് കളർ സെന്റർ എന്നാണ്. അപ്പം അങ്ങനെ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഇലക്ട്രോണുകൾ ആനയോണിക് വേക്കൻസിയിൽ ഒക്യുപ്പൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ആനയോണിക് വേക്കൻസിയിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ആ സ്പേസിനെ നമ്മൾ എഫ് സെന്റർ അഥവാ കളർ സെന്റർ എന്ന് വിളിക്കുന്നത്. ഇനി ഇത് സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ ആണെങ്കിൽ തീർച്ചയായും അവിടെ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന കളർ യെല്ലോ ആയിരിക്കും. ബട്ട് ഇഫ് ഇറ്റ് ഈസ് പൊട്ടാസ്യം ക്ലോറൈഡ് ക്രിസ്റ്റൽസ് ആണെങ്കിൽ അവിടുത്തെ കളർ വയലറ്റ് കളറായിരിക്കും. ഇനി ലിഥിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ ആണെങ്കിൽ അവിടുത്തെ കളർ പിങ്ക് കളറായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓരോ ക്രിസ്റ്റൽ ലാറ്റിസും ചേഞ്ച് ചെയ്തതിനനുസരിച്ച് ഇവിടുത്തെ കളറിലും ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച ആദ്യത്തെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിലെ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൻ്റെ ഒരു പാർട്ടായ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി. ഓക്കെ.